ആന്റി, ചേച്ചിക്ക് എന്താ ഒരു ടെൻഷൻ? ചോദിച്ചിട്ട് പറയുന്നില്ല അവള്. കണ്ടോ കണ്ടോ, പറയുന്നില്ല എന്ന്. അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ട്. ആന്റി, ഞാൻ പോയിന്ന് ചോദിച്ചാലോ? വേണ്ട, മിഥുനേട്ടൻ വന്നേ. അല്ല, ചോദിക്കാന്നേ. വേണ്ട, വാ. ഒരു മിനിറ്റ്. അല്ല, ഞാൻ ചോദിച്ചാ പറയും വേണ്ട, ചിലപ്പോ. പറഞ്ഞില്ലേ? കാര്യം എന്താണെന്ന് അറിയണമല്ലോ. SP, ഇങ്ങ വന്ന്. എന്റെ SP, ഞാൻ എത്ര നേരമായി ചോദിക്കുന്നു, ഏത് പോസ്റ്റിലേക്കാ ശില്പ വരുന്നതെന്ന് ഞാനെങ്കിലും ഒന്ന് അറിയണ്ടേ? അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കണ്ടേ? എന്റെ SP, എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. സത്യ, ആ പ്രിയ, ശില്പയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല ഞാൻ സംസാരിച്ചത്. ഞങ്ങൾ 2 ദിവസം ഇവിടെ രാമപുരം ഗസ്റ്റ് ഹൗസിൽ കാണും. അതിനുള്ളിൽ നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. സത്യനും അവളും തമ്മിൽ സംസാരിച്ചത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കെങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റും? പെട്ടെന്ന് കേട്ടപ്പോ ഒരു ചെറിയ ഷോക്ക് തോന്നി കാണും. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അവൾ പ്രിയയോട് പറയും. പറയില്ല എന്ന് അവള് തീരുമാനിച്ച പിന്നെ ഒരിക്കലും പറയില്ല സത്യ. ഇത് അത്തരത്തിലുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യം തന്നെ കാര്യം എന്താന്ന് വെച്ചാ പറ. എങ്കിലേ ഇതേക്കുറിച്ച് എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റൂ. ഹേയ്, അത് അവള് തന്നെ പറയുന്നതാ നല്ലത്. എന്തായാലും പ്രിയയോടും കൂടെ ആലോചിച്ചിട്ട് അവൾക്കൊരു തീരുമാനം പറയാൻ പറ്റും. ഞാൻ പോയിട്ടെ നാളെ വരാം. തിരുവോണമായിട്ട് എന്റെ സദ്യ ഇവിടെ ആയിക്കോട്ടെ. ഇറങ്ങാം സ്വാമി. അങ്കിൾ, പോവാൻ വരട്ടെ. എന്താ മോളെ? ഞാനും അമ്മയും അങ്കിളിനോട് ആവശ്യപ്പെട്ടത് ഒരു ജോലിയാ. അങ്കിൾ അത് തന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അങ്കിൾ ആവശ്യപ്പെട്ടത്, ഐ എം സോറി, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്കിളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മോളെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് മറുപടി കൊടുത്താ മതി. അമ്മ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഇനി എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. എനിക്കിതൊന്നും വഴങ്ങില്ല അങ്കിൾ. സോറി. വലിയ പ്രതീക്ഷകളോടെയാണ് ഞാൻ വന്നത്. ഇതോടെ എന്റെ ജീവിതം മാറി മറിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ സംഭവിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് നിന്റെ തീരുമാനം പോസിറ്റീവ് ആവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഞാൻ ആ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. മോള് സ്വസ്ഥമായിട്ട് ഒന്നുകൂടെ ആലോചിക്കും. സ്വാമി, വാടോ. മോളെ, സത്യനും നീയും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ
നിനക്ക് എന്തെങ്കിലും ഒരു ജോലി എന്നതിനപ്പുറം അതൊരു ഗൗരവമുള്ള വിഷയമായി എനിക്ക് തോന്നി. കാര്യം എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉപദേശം തരാൻ പറ്റൂ. അതോ അമ്മയുടെ ഉപദേശം വേണ്ടാന്ന് കരുതി തന്നെയാണോ നീ എന്നോട് പറയാത്തെ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇക്കാര്യം എന്നോട് പോലും പറയാതെ നീ എന്തിനാ ഒരു വലിയ രഹസ്യമാക്കി വെക്കുന്നേ? അമ്മ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പോലും രഹസ്യമാക്കി വെക്കുന്നേ?